സജിത ആർ ശങ്കർ, ഇവർ രണ്ടുപേരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സജിത എൻ്റെ പുറകിൽ കൊണ്ട് മോഹൻദാസ് ദേവയ്യ 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ്. അവരെ ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അടുത്തതായി സജിത ശങ്കർ. ലളിതകല അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീ രാജേഷ് ചെറുപ്പാടിനെ ക്ഷണിക്കുകയാണ്. സിറ്റേഷൻ വായിക്കാനായി. ബഹുമാനിയിലെ ഫെലോഷിപ്പ് 2023-24 ശ്രീമതി സജിത ആർ ശങ്കറിന് സാദരം സമർപ്പിക്കുന്ന പ്രശംസാപത്രം. കോട്ടയം കുമാരനല്ലൂർ 1967 ജനിച്ച സജിത ആർ ശങ്കർ കേരളത്തിലെയും ദേശീയ അന്തർദേശീയ കലാരംഗങ്ങളിലെയും അവിഭാജ്യ സാന്നിധ്യമാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകലാ പഠനം പൂർത്തിയാക്കിയ സജിത ഒരു മുഴുവൻ സമയ ചിത്രകാരിയായി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചത്. 80കളുടെ രണ്ടാം പകുതിയിൽ അത്തരം ഒരു തീരുമാനം തികച്ചും ധീരമായ ഒന്നായിരുന്നു എന്ന് പറയാം. കേരളത്തിലെയോ തെക്കേ ഇന്ത്യയിലെയോ കലയുടെ കമ്പോളമോ കലയുടെ പ്രയോജകരോ കാര്യമായ സാന്നിധ്യം തെളിയിക്കാതിരുന്ന ഒരു കാലത്ത് കലയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുവാൻ ഒരു വനിത തയ്യാറായി എന്നത് തന്നെ പ്രധാനമാണ്. വീട് നാട് എന്ന കൃത്യമായ ദ്വന്ദ്വത്തിൽ സ്ത്രീയെ വീടിനുള്ളിൽ അടയാളപ്പെടുത്തിയ ഒരു സമൂഹത്തിൽ നാട് എന്ന സംവിധാനത്തിലേക്ക് സജിത തൻ്റെ സ്ത്രീ കേന്ദ്രിത ചിത്രങ്ങളുമായി ഇറങ്ങിത്തിരിച്ചു. സജിതയുടെ ആദ്യകാല പ്രവർത്തന രംഗം തമിഴ്നാട്ടിലെ ചോളമണ്ഡലിൽ ആയിരുന്നു. തികച്ചും പുരുഷ കേന്ദ്രിതമായ ഒരു കലാസന്ദർഭമാണ് അവിടെയും ഉണ്ടായിരുന്നത്. എന്നാൽ അതിലൊന്നും തളരാതെ തൻ്റേതായ ഒരു നിലപാടും സ്ഥാനവും കലയുടെ രംഗത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ സജിത വിജയിച്ചു. വരകളുടെയും നിറങ്ങളുടെയും ചുരുൾ ചുറ്റുകളിലൂടെ ഉരുത്തിരിഞ്ഞ വെളിപ്പെടുന്ന ശക്തിശാലിനിയും നിഷേധിയും ഫെമിനിസ്റ്റ് കലയുടെ പ്രാരംഭ ബിന്ദുവായി കലാചരിത്രവും സാംസ്കാരിക ചരിത്രവും സജിതയെ അടയാളപ്പെടുത്തി. സ്ത്രീശക്തിയുടെ വിവിധ മുഖങ്ങളെ വെളിപ്പെടുത്തുന്ന പരമ്പരകളുമായി ലോകത്തെമ്പാടും സഞ്ചരിക്കുകയും പ്രദർശനങ്ങൾ നടത്തുകയും ചെയ്ത സജിതയെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കലാകാരിയായി വിലയിരുത്തപ്പെടുന്നു. തിരുവനന്തപുരത്ത് കല്ലാർ കേന്ദ്രമാക്കി ഗൗരി ആർട്ട് സെന്റർ എന്ന റെസിഡൻസി ഇടത്തിലൂടെ ആഗോള കലയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സജിത കേരളത്തിലെ സാംസ്കാരിക രംഗത്തും സജീവമായ സാന്നിധ്യമാണ്. സജിത ആർ ശങ്കറിന് ഫെലോഷിപ്പ് നൽകുന്നതിലൂടെ കേരള ലളിതകലാ അക്കാദമിയും കേരളത്തിലെ കലാ സാംസ്കാരിക സമൂഹവും ആദരിക്കപ്പെടുകയാണ്. നന്ദി. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒപ്പം കേരള ലളിതകലാ അക്കാദമിക്കും വളരെയധികം സന്തോഷവും നിറവും അനുഭവപ്പെടുന്ന ഒരു നിമിഷമാണ് എനിക്കിത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വികാരത്തള്ളിച്ചയും അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വാക്കുകളിൽ ഇത്തിരി വൈകാരികത ഉണ്ടായേക്കാം. അത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എന്നെ കലാകാരിയാക്കിയ എൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും എൻ്റെ ഒപ്പം ഇന്ന് ഇല്ല. എന്നെ വിട്ടുപോയ അവരുടെ സാന്നിധ്യം ഞാനിന്ന് അറിയുന്നുണ്ട്. കലാസഭയിൽ ഏറെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എപ്പോഴും ഉള്ള എന്നെ എന്നും പിന്തുണയ്ക്കുന്ന എൻ്റെ സാനുമാഷ് പ്രൊഫസർ MK സാനു, പിന്നെ ശില്പി കാനായി കുഞ്ഞിരാമൻ, പിന്നെ എൻ്റെ പെയിൻറ്റിങ് ഗുരു ആയിരിക്കുന്ന റാഫ കർലേറോ ഫ്രം സ്പെയിൻ, എല്ലാവർക്കും എൻ്റെ സ്നേഹം അർപ്പിക്കുന്നു. ഇനി ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച എൻ്റെ ഒപ്പം നിന്ന കുറച്ച് സ്ത്രീ സാന്നിധ്യം, സ്ത്രീ കലാകാരികൾ, സ്ത്രീ എഴുത്തുകാരികൾ ഒക്കെ ഞാനിവിടെ ഓർമ്മിക്കട്ടെ. ആദ്യം എൻ്റെ ആമി, എല്ലാവരുടെയും മാധവിക്കുട്ടി, ചിലർക്ക് കമലാസരയ്യ, ആമിയെ ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. പിന്നെ നർത്തകിയും തിയേറ്റർ പെർഫോമറുമായ ചന്ദ്രലേഖയെ ഓർമ്മിക്കുന്നു. അവരിരുവരും ഇന്ന് നമ്മോടൊപ്പമില്ല. ഇനി ആക്ടിവിസ്റ്റ് അമൃത് വിൽസൺ, EM രാധ, E വെൻസ്ലർ, പിന്നെ 2015 കേരളത്തിൽ വന്ന് എന്നെ പരിചയപ്പെടുകയും എന്നെയും എൻ്റെ കലയെയും ആധികാരികമായി മനസ്സിലാക്കി എൻ്റെ ബയോഗ്രഫി എഴുതിക്കോട്ടെ എന്ന് ചോദിച്ച കലാനിരൂപക പ്രൊഫസർ ഗെയിൽ ലെവിൻ ഫ്രം ന്യൂയോർക്ക്. നിറഞ്ഞ സ്നേഹം ഇവർക്കെല്ലാവർക്കും. പിന്നെ എൻ്റെ കലാജീവിതം സ്ത്രീ ആയതുകൊണ്ട് തന്നെ 3-4 ഇരട്ടി പരിശ്രമിക്കണം.
പലതിനോടും യുദ്ധം ചെയ്ത് തളരാതെ പിടിച്ചു നിൽക്കണം. ഒറ്റയ്ക്കൊരു സ്ത്രീ കലാകാരിയുടെ ഈ 40 വർഷത്തെ കലാസപര്യ അത്ര എളുപ്പമായിരുന്നില്ല. ദേശീയമായും അന്തർദേശീയമായും അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. എത്രയൊക്കെയോ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടിയാലും സ്വന്തം നാടിൻ്റെ ഈ അംഗീകാരം തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. കലാകാരി എന്ന നിലയിൽ മാത്രമല്ല, സ്ത്രീ എന്ന നിലയിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കേരള ലളിതകലാ അക്കാദമി പ്രഖ്യാപിച്ച 2023-24 അവാർഡുകൾ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. അതിൽ ഏറെയും കലാവിദ്യാർത്ഥികളും പകുതിയോളം കലാകാരികളുമാണ്. അംഗീകാരത്തിൽ കേരളത്തിലെ കലാകാരികളെ പരിപൂർണമായും അവഗണിച്ചതാണ് ഗതകാല ചരിത്രം. ചരിത്രപരമായ അവഗണനകളെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഈ അംഗീകാരത്തിന് കലാകാരികൾ ഏറെ അഭിമാനിക്കുന്നു. എനിക്ക് തന്ന ഈ അംഗീകാരം കേരളത്തിലെ ഇന്നത്തെ മുഴുവൻ സമയം കലാകാരികളായി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഞാനിത് സമർപ്പിക്കുകയാണ്. ഇത്തവണ ചരിത്രപ്രധാനമായ നേട്ടമാണ് കലാകാരികൾ നേടിയിരിക്കുന്നത്. ഇത് ഇപ്പോഴുള്ള അക്കാദമിയുടെ സംശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. ഇനിയും ഇത്തരം വിപ്ലവകരമായ നീക്കങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബൗദ്ധിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മുന്നോട്ടുള്ള ഒഴുക്കിന് അംഗീകാരങ്ങൾ തലോടലുകളാണ്. അത് അർഹപ്പെട്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടണം, അത്രമാത്രം. ഒരിക്കൽ കൂടി സാംസ്കാരിക വകുപ്പിനും കേരള ലളിതകലാ അക്കാദമിക്കും 1000 നന്ദി, സ്നേഹം.